ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഓറഞ്ച് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ പിന്നെ വേഗം തന്നെ നമുക്ക് നമ്മുടെ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓറഞ്ച് നമുക്കൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുക്കാം. ഇതിൻ്റെ പുറത്തെ തൊലി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ഗ്രേറ്ററിൽ ചെയ്ത് നോക്കിയപ്പം കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ പീൽ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ പീൽ ചെയ്യുന്ന സമയത്ത് ആ വൈറ്റ് പോർഷൻ ഒരിക്കലും വരരുത്. ഗ്രേറ്റ് ചെയ്യുന്ന സമയത്തായാലും ആ വൈറ്റ് പോർഷൻ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ മാത്രമേ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു 4 ഓറഞ്ച് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ 4 എണ്ണം മതിയാകും. എന്നിട്ട് അതിൻ്റെ മുകളിലെ ആ തോടൊക്കെ ഇല്ലേ, ആ വൈറ്റ് കളറിലെ സാധനം, പിന്നെ അല്ലാണ്ടൊരു തൊലി പോലെ ഒരു ചെറിയൊരു പാട പോലൊരു സംഭവമില്ലേ, അതും ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ജ്യൂസ് എടുക്കാനായിട്ട് ഒരു 4-5 ഓറഞ്ചും കൂടെ വേണം. 1 കപ്പ് ജ്യൂസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടുന്ന രീതിയിൽ ഓറഞ്ച് എടുക്കുക. എന്നിട്ട് കൈവച്ച് തന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പം ജ്യൂസർ യൂസ് ചെയ്ത് വേണമെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ട് പിഴിഞ്ഞൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 1 കപ്പ് ജ്യൂസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ചില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഓറഞ്ച് സെസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കൂടി പോകരുത്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളച്ച് നല്ല വറ്റി വരണം. നമ്മൾ കൊടുക്കുന്ന ഓറഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു പരുവായി കിട്ടണം. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പരുവം. അപ്പോൾ ഒരു ജാം കണക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു നേരം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ എല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 3 മുട്ടയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പഞ്ചസാര മുകളിലോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഇളക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ട് വരണം. പക്ഷേ നമ്മുടെ മിക്സിയുടെ ജാറ് ഒരിക്കലും ചൂടാകുകയും ചെയ്യരുത്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2-3 തവണ ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെയും ഓയിലിൻ്റെയും ഒക്കെ മിക്സില്ലേ, അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഓറഞ്ചിൻ്റെ മിക്സില്ലേ, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മുട്ടയുടെ മിക്സിനകത്ത് നന്നായിട്ട് അതൊന്ന് മിക്സായി വരണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കാൻ പോകണം. അതായത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, മൈദ, അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ ചേർക്കരുത്. എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് പല ബാച്ചസ് ആയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പം നമ്മളിത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബാറ്ററിൻ്റെ പരുവം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ട്രേ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഓയിലും മൈദയൊക്കെ സ്പ്രെഡ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് മിക്സിയിലാണല്ലോ ഇത് റെഡിയാക്കി എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, മിക്സിയുടെ ജാറ് ഒരുപാട് ചൂടായി പോകരുത്. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച്
പാനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം മുന്നേ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചതാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്ത് കൊണ്ടുവരാം കേട്ടോ. എനിക്കിപ്പം 45 മിനിറ്റാണ് ടോട്ടലി എടുത്തിരിക്കുന്നത് നന്നായിട്ട് ബേക്കായി കിട്ടാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തോന്ന് അറിയാനായിട്ട് നമുക്കൊരു ഈർക്കിലോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പം ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് വിടുവിച്ചെടുക്കാം നമ്മുടെ ട്രേക്കകത്തുനിന്ന്. ഇപ്പോൾ ഇതാ എല്ലാം ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാൻ പോയ നേരത്തെ മോള് സൈഡിലൊന്ന് തോണ്ടിയതാട്ടോ, അവിടെ കുറച്ച് പോർഷൻ ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മുറിക്കുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റാണിതെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഭയങ്കര സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാട്ടോ ഇത്. അപ്പോൾ ഇത് പിറ്റേ ദിവസം കഴിക്കാനാണ് ശരിക്കും കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Till then, take care.